ഹായ് ക്രിയേറ്റേഴ്സ്. യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രിയേറ്റർ ഒരു യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കുന്നത് അതിന് സ്ട്രൈക്ക് വരിക എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഇപ്പൊ ഈ AI ടെക്നോളജി വന്ന ശേഷം ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള വയലേഷൻസ് വന്ന് സ്ട്രൈക്ക് വരുന്നുണ്ട്, ചാനൽ റിമൂവ് ആവുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ യൂട്യൂബ് കിഡിലൻ ഒരു അപ്ഡേറ്റ് നമുക്ക് തരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരിക എന്നുള്ളൊരു കാര്യം നമ്മുടെ ചാനലിൽ സംഭവിക്കുന്നതല്ല. ഇതെങ്ങനെ വർക്ക് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ യൂട്യൂബ് ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിം കാര്യങ്ങൾ, അതുപോലെ മോണിറ്റൈസേഷൻ, ആഡ് സ്യൂട്ടബിലിറ്റി, അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി ആണോ അല്ലേ എന്നൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് പറയുന്നില്ല. ഫ്രീ പബ്ലിഷിന്റെ മുന്നേ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്തിട്ട് വീഡിയോ പബ്ലിക് ആക്കാം. അതുപോലെ ഇനി മുതൽ നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പബ്ലിക് ആക്കുന്നതിന് മുന്നേ യൂട്യൂബ് ചെക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അറിയിക്കും. അപ്പൊ നമ്മൾ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പബ്ലിക് ആക്കാം. ഇനി കുഴപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റം വരുത്താം. ഒന്നുകിൽ വീഡിയോ പബ്ലിക് ആക്കാതിരിക്കാം, എഡിറ്റ് ചെയ്യാം, വീണ്ടും റീഷൂട്ട് ചെയ്യാം. നമുക്കൊരു ഡിസിഷൻ അവിടെ എടുക്കാം. അപ്പൊ നമ്മുടെ ചാനൽ അവിടെ സേഫ് ആവുകയാണ്, മറ്റൊരു സ്ട്രൈക്ക് വരാതെ. സാധാരണ എന്താണ് സംഭവിക്കാറുള്ളത്, നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന് ഒന്നും കാണാറില്ല. മോണിറ്റൈസേഷൻ പ്രോബ്ലം, അതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിമും മാത്രമാണ് നമ്മൾ പബ്ലിക് ആക്കുന്നതിന് മുന്നേ യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരാറുള്ളത്. ഇനി മുതൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷനും കൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പബ്ലിക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പബ്ലിക് ആക്കാം, അത് നമ്മളെ റിസ്കിലാണ്. അങ്ങനെ നമ്മൾ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ, ആ ഒരു വാർണിംഗ് കണ്ടിട്ടും നമ്മൾ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് വരാം, ചിലപ്പം ഏജ് റെസ്ട്രിക്ഷൻ ഒക്കെ വരാം. അത് നമ്മളെ റിസ്കിലാണ് പബ്ലിക് ആക്കുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താ, എന്തിനാണ് എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്ത് അത് സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ പബ്ലിക് ആക്കാൻ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉടനെ എല്ലാവരിലേക്കും എത്തുന്നതാണ്. ഇപ്പൊ ഇതൊരു ടെസ്റ്റിങ്ങിലാണ്, വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ വൈകാതെ തന്നെ എല്ലാവരിലേക്കും ഈ ഒരു അപ്ഡേറ്റ് എത്തുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, യൂട്യൂബിൽ അടുത്ത കാലത്ത് വന്ന കിഡിലൻ ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. തൊട്ടു മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിന്റെ AI ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് സ്ട്രൈക്ക് വരുന്നതിനെ കുറിച്ചിട്ടും ചാനൽ റിമൂവ് ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു പരിധി വരെ നമുക്കൊരു പരിഹാരമാണ് ഈ ഒരു പ്രീ പബ്ലിഷ് ചെക്കിംഗ് ടൂൾ എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷനിൽ കൂടി നമുക്ക് വരികയാണ്. അപ്പൊ യൂട്യൂബിന്റെ കിഡിലൻ ഒരു അപ്ഡേറ്റ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക. അപ്പൊ എത്രയും വേഗം ഇതെല്ലാവരിലേക്കും എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ്, അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.